പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സൺഡേ ആയിട്ടും ഇന്ന് ആകെ തിരക്ക് പിടിച്ചൊരു ദിവസമായിരുന്നു കേട്ടോ. ഞാനും ചേച്ചിയും ഇന്നൊരു സ്ഥലം വരെ പോവുകയാണ്. ഞങ്ങൾ പോകുന്നത് കോഴിക്കോട് മാങ്കാവ് കച്ചേരിക്കുന്നിലുള്ള സാരസ്വത് ഭവനിലേക്കാണ്. ഇന്ന് ഞങ്ങളുടെ ഗൗഡ സാരസ്വത സഭ നടത്തുന്ന കോരിയ അംക ഗമ്മത്ത് എന്ന ഈവൻ്റാണ് ഇവിടെ നടക്കുന്നത്. അതായത് ഈ തിരക്കേറിയ ജീവിതത്തിനിടയ്ക്ക് ഒരു ദിവസം നമുക്കൊന്ന് അടിച്ചു പൊളിക്കാനുള്ള ഒരു അവസരമാണ്. എല്ലാ വർഷവും ജാനുവരി മാസത്തിലാണ് ഈ ഒരു ഈവൻ്റ് ഇവിടെ വെച്ച് നടത്തുന്നത്. വിവാഹശേഷം ആദ്യമായിട്ട് കോഴിക്കോട് വന്ന് ഈ ഒരു ഈവൻ്റ് അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് എനിക്ക് ആകെ ഒരു കൗതുകമായിരുന്നു. ഇവിടെ കോഴിക്കോട് ഉള്ളതിനേക്കാളും എത്രയോ ഇരട്ടി ഗൗഡ സാരസ്വത ബ്രാഹ്മണ കുടുംബങ്ങൾ കാഞ്ഞങ്ങാടുണ്ട്. പക്ഷേ അവിടെ ഇങ്ങനൊരു ഈവൻറ്റ് ഉണ്ടായിരുന്നില്ല. പല വിശേഷ ദിവസങ്ങളിലും അമ്പലത്തിൽ ഒത്തുകൂടാറുണ്ട്, അല്ലെങ്കിൽ പല ഫങ്ഷൻസിനായിട്ട് എവിടെയെങ്കിലും ആയിട്ട് ഒത്തുകൂടാറുണ്ട്. പക്ഷേ ഇങ്ങനത്തെ ഒരു ഓപ്പർച്യൂണിറ്റി, അതായത് നമ്മളെ വീട്ടിൽ നമ്മൾ ഉണ്ടാക്കുന്ന വസ്തുക്കൾ അല്ലെങ്കിൽ ബിസിനസ് ചെയ്യുന്ന വീട്ടമ്മമാർക്കുള്ള ഒരു ഓപ്പർച്യൂണിറ്റി, അത് അങ്ങനെ ഒന്ന് ഞാൻ ആദ്യമായിട്ടായിരുന്നു കാണുന്നത്. അപ്പോൾ ഇതൊരു നല്ല കാര്യമായിട്ട് എനിക്ക് തോന്നി. അപ്പോൾ കുറച്ച് വർഷമായിട്ട് എൻ്റെ ചേച്ചി അഥവാ നാത്തൂൻ അവരും അവരുടെ ബേക്ക്ഡ് ഐറ്റംസൊക്കെ പ്രസൻറ്റ് ചെയ്യാറുണ്ട്. ഇത് സുജാത ഭട്ട്, നമ്മുടെ സുജാതക്കയുടെ സ്റ്റോളാണ്. അപ്പോൾ ഇന്ന് ഇവിടെ സ്പെഷ്യൽ നമ്മുടെ കോഴിക്കാലാണ്. കടുകി പൊടി അഥവാ ചക്ക പൊരിച്ചത്, പിന്നെ ഗോളി ബജ, ഇതൊക്കെയായിരുന്നു അവിടുത്തെ സ്പെഷ്യൽ. പിന്നെ ഇതാണ് ഞങ്ങളുടെ സ്റ്റോൾ. എൻ്റെ നാത്തൂൻ പ്രിയ കമ്മത്ത് ഒരു ഹോം ബേക്കറാണ്. വീട്ടിൽ നിന്ന് തന്നെ പല രീതിയിലുള്ള കേക്കുകൾ ഉണ്ടാക്കിയിട്ട് വിൽക്കാറുണ്ട്. ഈ സ്റ്റോളിൽ ഹെയർ ക്ലിപ്സും സാരി പിന്നും പിന്നെ കുട്ടികൾക്കുള്ള ക്ലിപ്സും ഹെയർ ബാൻഡും ഒക്കെ ഉണ്ട് കേട്ടോ. പിന്നെ ഇത് സ്റ്റിച്ച്ഡ് നൈറ്റീസാണ് അടുത്ത സ്റ്റോളിലുള്ളത്. ഇതൊക്കെ കാണുമ്പോൾ ശരിക്കും കുറേയൊക്കെ വാങ്ങി കൊണ്ടുപോകാൻ തോന്നും കേട്ടോ, അത്രയ്ക്ക് നല്ല ക്വാളിറ്റിയാണ്. പിന്നെ ഇത് ഇയറിങ്സാണ്. ഇതെൻ്റെ ഫേവറേറ്റ് സ്ഥലമാണ്. പല രീതിയിലുള്ള പല ടൈപ്പിലുള്ള ജുംക്കാസും ഹാങ്ങിങ് ഇയർ ഓർണമെൻറ്റ്സും ഒക്കെ ഉണ്ട്. പിന്നെ ബാംഗിൾസും ബ്രേസ്ലെറ്റും ഇയർ സ്റ്റഡും എന്ന് വേണ്ട, നമുക്ക് അവിടെ നിന്ന് തിരിച്ചു പോകാൻ തോന്നില്ല, അത്രയേറെ ഓർണമെൻറ്റ്സാണ് അവിടെ ഉള്ളത്. പിന്നെ ഇത് നല്ല ക്വാളിറ്റിയുള്ള ടപ്പർ വെയർ ബോട്ടിൽസും പ്രോഡക്ട്സും ഒക്കെയാണ്. പിന്നെ ഇത് കുറച്ച് ക്രാഫ്റ്റ് ഐറ്റംസാണ്, മിററാണ്, പിന്നെ പേഴ്സും പിന്നെ കീ ചെയിൻ സ്റ്റാൻഡും ഒക്കെ ഉണ്ട്. കാണാനൊക്കെ നല്ല രസമുണ്ട് കേട്ടോ. പിന്നെ ഇവിടെയാണ് ഞങ്ങൾ ഗൗഡ സാരസ്വത ബ്രാഹ്മണരുടെ പരമ്പരാഗതമായ പലഹാരങ്ങളും ഭക്ഷണ സാധനങ്ങളൊക്കെ വിൽക്കുന്നത്. ബിസ്കുട്ട്, റൊട്ടി, ബൻസ്, കൊട്ടോ, പിന്നെ സന്നണ, പത്രോടോ, ഉബ്ബട്ടി ഒക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. SGS കാറ്ററേഴ്സ് ആണ് ഇത് നടത്തുന്നത് കേട്ടോ. പിന്നെ കുറച്ച് ചാട്ട് ഐറ്റംസും ഉണ്ടായിരുന്നു. പിന്നെ എൻ്റെ ഫേവറേറ്റായ വടാപ്പാവ് ഉണ്ടായിരുന്നു കേട്ടോ. അത് ഞങ്ങൾ ലാസ്റ്റ് വരുന്ന സമയത്ത് ഞാൻ വാങ്ങി. ഏകദേശം 4 മണിയാകുമ്പോഴാണ് ഇത് തുടങ്ങിയത്. ഞങ്ങൾ ആക്ച്വലി എത്തുമ്പോൾ അവിടെ ഓൾമോസ്റ്റ് സ്റ്റോളൊക്കെ ഫില്ലായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ സ്റ്റോളൊക്കെ സെറ്റ് ചെയ്ത് വരുമ്പോഴേക്കും ഇവിടെ ഉദ്ഘാടനം ഒക്കെ ചെയ്യാനുള്ള സമയമായിട്ടോ. ഇന്ന് എനിക്ക് അധികം വീഡിയോ എടുത്ത് തന്നത് സാൻവിയാണ്. അങ്ങനെ അധികം വൈകാതെ നിലവിളക്ക് കൊളുത്തി ഈ ചടങ്ങ് തുടങ്ങി. അതിൻ്റെ കൂടെ തന്നെ ശോഭമായിയുടെ ഗണപതി സ്തുതിയും ഉണ്ടായിരുന്നു. പിന്നെ ഈ ഒരു ഈവൻറ്റിനെ കുറിച്ചുള്ള ഇൻട്രൊഡ്യൂസിങ് ഉണ്ടായിരുന്നു കേട്ടോ. അതിൻ്റെ കൂടെ തന്നെ പാടാൻ കഴിവുള്ള ആളുകൾ പോയി സ്റ്റേജിൽ കയറി പാട്ട് പാടുന്നത് നല്ലൊരു എൻ്റർടൈൻമെൻറ്റായി. അങ്ങനെ ആൾക്കാർ വന്നും പോയും കൊണ്ടിരുന്നു. ഇങ്ങനെ ഒരു അവസരം എല്ലാവരെയും കാണാനുള്ള ഒരു അവസരമാണ്. നമ്മുടെ ഫ്രണ്ട്സിൻ്റെ ഒക്കെ കൂടി ഫോട്ടോ എടുത്തു, പിന്നെ കുറേ ആൾക്കാരോട് സംസാരിച്ചു.
ഈ ഒരു ഇവൻ്റ് ഞങ്ങൾക്ക് വേണ്ടി മാത്രമുള്ളതല്ല. അതായത് എല്ലാവർക്കും വരാം, അവർക്ക് ഇഷ്ടമുള്ളത് വാങ്ങാം, കഴിക്കാം, ഈ പാട്ടും ഡാൻസൊക്കെ കണ്ടിരിക്കാം. അതിലൊന്നും ഒരു കുഴപ്പമില്ല. അപ്പോൾ ഇവിടെ ചുറ്റുവട്ടത്തുള്ള കുട്ടികളും മുതിർന്നവരും ഒക്കെ വരാറുണ്ട്. അപ്പോൾ ഇതൊക്കെ ഇവിടെ ഉള്ളവർക്ക് നല്ലൊരു പ്രോത്സാഹനമാണ്. ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെയുള്ള ഈവൻറ്റ്സും ഓപ്പർച്യൂണിറ്റീസും ഒക്കെ നമ്മുടെ കമ്മ്യൂണിറ്റിയിലുള്ള സ്ത്രീകൾക്കും കുട്ടികൾക്കും ഒക്കെ നല്ലൊരു ആത്മവിശ്വാസമാണ് കൊടുക്കുന്നത് കേട്ടോ. അതുപോലെ തന്നെ നമ്മുടെ സഭയും എല്ലാവർക്കും നല്ല പ്രോത്സാഹനം കൊടുക്കുന്നുണ്ട്. അതായത് ഈ ഒരു ഈവൻറ്റിന് ഏകദേശം 3 ആഴ്ചയൊക്കെ മുന്നേ തന്നെ പറയും, ഞങ്ങളിങ്ങനെ ഒരു ഈവൻറ്റ് ഈ ഒരു ദിവസം നടത്തുന്നുണ്ട്, താല്പര്യമുള്ളവർ പേര് തരണം എന്ന് ഒരു 3 ആഴ്ച മുന്നേ ഒക്കെ പറയാറുണ്ട്. എല്ലാവർക്കും അവസരമുണ്ട് കേട്ടോ. വീട്ടിൽ നമ്മൾ ഉണ്ടാക്കുന്ന ഐറ്റംസ് അഥവാ ക്രാഫ്റ്റ്, അല്ലെങ്കിൽ നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്ന ഡ്രസ്സസ്, അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും കാർഡ്സ് ഉണ്ടാക്കുന്നുണ്ടാവും, അങ്ങനെ അല്ലെങ്കിൽ ചോക്ലേറ്റ്സ് ഉണ്ടാക്കും വീട്ടിൽ, അല്ലെങ്കിൽ പപ്പടം, കൊണ്ടാട്ടം, അങ്ങനെ പലതരത്തിലുള്ള ഐറ്റംസ് ഉണ്ട്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്കും കമൻറ്റും ചെയ്യണം കേട്ടോ. പിന്നെ നിങ്ങളെ കൊങ്കണി ഫ്രണ്ട്സിന് ഈ വീഡിയോ ഷെയർ ചെയ്തും കൊടുക്കണം. താങ്ക് യു.